Vittapalli Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Suntips Tea. Special partner TTK Prestige, GRB Ghee and Prill. ഇനി നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. 2 പേരാണ് ഇവിടെ വരുന്നത്. ഒരു കപ്പിളാണ്, ഒരു ഭാര്യയും ഭർത്താവും. നമുക്ക് അവരെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രാൺചന്ദ് ആൻഡ് പാർവതി. ഹലോ പ്രാൺചന്ദ്. ഹലോ പാർവതി. പ്രാൺചന്ദ് കയറി വരുന്നതിന് മുമ്പ് എന്നോട് ബാക്ക് സ്റ്റേജ് വെച്ച് പറഞ്ഞു എന്നെ പ്രാൺചന്ദ് എന്ന് വിളിക്കണം. സാധാരണ എല്ലാവരും എന്റെ പേര് തെറ്റിച്ചാണ് പറയാറ്. എന്താ പറയാറ് പൊതുവെ? പ്രേംചന്ദ്രനാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ പ്രാൺചന്ദ് ഒരു വെറൈറ്റി പേരാണ്. വെറൈറ്റി പേര്. ആരാ ഈ പേരിട്ടത് അറിയോ? അച്ഛനാണ് പേരിട്ടത്. അച്ഛന്റെ പേര് പ്രേംചന്ദ്രൻ. പ്രേംചന്ദ്രൻ, അത് പ്രാൺചന്ദായി. പാർവതി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 4 വർഷം ആവാൻ പോകുന്നു. അപ്പൊ പ്രാൺചന്ദിന്റെ കൂടെ കൂടിയിട്ടാണോ ഇൻഫ്ലുവൻസിങ് പരിപാടി തുടങ്ങിയത്? അത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു? ഇല്ല. അതാണ് അവളിപ്പം എന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ഈ ഒരു മേഖലയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വരുന്നത്. ഓക്കെ. എനിക്ക് പ്രാൺചന്ദിന്റെ വീഡിയോസിനെ കുറച്ച് അധികം കാര്യങ്ങൾ എനിക്ക് ചോദിക്കാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കള്ളാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എന്താണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. നമ്മളിന്ന് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നൈസ്. ഓണത്തിന് സാമ്പാറില്ലാതെ എന്ത് സദ്യ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോ? അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചീനിയൊമരക്ക വേണം, മത്തൻ വേണം, വെണ്ടയ്ക്ക, പിന്നെ ക്യാരറ്റ്, വെള്ളരിക്ക, ചേമ്പ്, തക്കാളി, പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ബേസിക് മസാലാസ് ഒക്കെ വേണം. പച്ചമുളക്, ഇതൊക്കെയാണ് പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഏത് സാമ്പാർ പൗഡറാ? സ്വാമീസിന്റെ സാമ്പാർ പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്വാമീസിന്റെ സാമ്പാർ പൗഡറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സ്വാമി സാമ്പാർ പൗഡറിൽ എക്സ്ട്രാ തുവരപ്പരിപ്പും എക്സ്ട്രാ കായം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു തിക്നെസ്സും അതുപോലെ തന്നെ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. തിക്നെസ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തിക്നെസ് ഉള്ള സാമ്പാർ കഴിക്കാനാണ് എനിക്കും അതാണ് ഇഷ്ടം. വെള്ളം ചേർക്കണം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ഇന്ന് അതെന്തായാലും ഉണ്ടാക്കാം. ഓക്കെ, വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ സാമ്പാറാണ് സ്വാമീസിന്റെ സാമ്പാർ പൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കി തുടങ്ങിയാലോ? റെഡിയാണോ? റെഡിയാ. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം തൊമരപ്പരിപ്പ് ഇട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് അവിയൽ. ഓക്കെ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകലം. ഓക്കെ. ഈ പരിപ്പ് വേവുന്ന നേരം കൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ പ്രാൺചന്ദിന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രാൺചന്ദ് ഭയങ്കര പ്രേമ പരവശനാണ്. എപ്പോഴും പ്രേമമാ പ്രാൺചന്ദിന് നോക്കിയാ പ്രേമം, തിരിഞ്ഞാ പ്രേമം, എഴുന്നേറ്റാ പ്രേമം, ഇരുന്നാ പ്രേമം, ഒക്കെ പ്രേമ. പൊതുവെ ജീവിതത്തിൽ അങ്ങനെ പ്രാൺചന്ദ് ഉത്തരം പറയാൻ അവകാശമില്ല. പൊതുവെ ലൈഫിലും അങ്ങനെ പ്രണയം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണോ? അപ്പൊ ഉള്ളിലുണ്ടായിട്ട് കാണിക്കാത്തതല്ലേ? എല്ലാ സ്നേഹം എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ അതിനെന്താ 8 മാസം കുട്ടിയുള്ളെങ്കിൽ റൊമാൻറ്റിക് ആവാൻ പറ്റൂലേ? റൊമാൻറ്റിക് ആയതുകൊണ്ടല്ലേ 8 മാസമുള്ള കുട്ടി ഉണ്ടായത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ അങ്ങനെ ഒരു റൊമാൻസിലേക്ക് ആ റൊമാൻസ് നിർത്തിക്കളഞ്ഞത്? എന്താണ് ജീവിതത്തിൽ? എന്റെ ആഗ്രഹം പ്രാൺചന്ദ് മൊബൈലിലൊക്കെ കാണുന്നത് പോലെ ജീവിതത്തിൽ അങ്ങനെ ആവണം എന്നാണ്. ഞാൻ തെറ്റിദ്ധരിച്ചു പ്രാൺചന്ദ്? ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ റിയൽ ലൈഫിലോട്ട് കടക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒട്ടുമില്ലെന്നല്ല, നമ്മൾ ഈ പൂജ്യമൊന്നും കാണിക്കല്ലേ, ആവശ്യത്തിന് നമ്മൾ കാണിക്കാം. ആവശ്യത്തിനുണ്ട്. ഓക്കെ, അനാവശ്യത്തിനില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. ദേ നമ്മുടെ പരിപ്പ് ഇവിടെ കിടന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി കഷ്ണങ്ങൾ ഇടാം പരിപ്പിന്റെ അകത്തേക്ക്. കുറച്ച് പയറ്, കുറച്ച് ക്യാരറ്റ്, ഇനി കുറച്ച് ചേന, ഇനി കുറച്ച് വെള്ളരിക്ക, മുരിങ്ങക്കോല്. അത് കുറച്ച് കൂടുതൽ കേട്ടോ. ജീവിതത്തിൽ നമുക്ക് റൊമാൻസ് ആവശ്യത്തിന് മതിയല്ലോ. ഏത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. കഷ്ണത്തിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും, എന്നാലും നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആൻഡ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ സാമ്പാർ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ആൻഡ് ബാക്ക് ടു പ്രാൺചന്ദ്. പ്രാൺചന്ദ് എന്താ ചെയ്യുന്നത്? ഇന്നത്തെ ടാർഗറ്റ് ഞാനാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ സേഫ് എക്സ്പ്രസ് കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്, Okay. ലോജിസ്റ്റിക്സിന്റെ. ഓക്കെ. പാർവതിയോ? ഞാൻ അലയൻസിലായിരുന്നു. അലയൻസിലായിരുന്നു. കുഞ്ഞായതിനു ശേഷം റിസൈൻഡാണ്. റിസൈൻഡ് ആണ്. അപ്പൊ ഇനി തിരിച്ച് ബാക്ക് ടു വർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ട്. ഉടനെ പോകണം. ഉടനെ പോകണം. ഓക്കെ. മോൻ എത്ര വയസ്സായി? മോൻ 8 മാസമായിട്ടേ ഉള്ളൂ. 8 മാസമായിട്ടേ ഉള്ളൂ. ഓക്കെ. പേരെന്താണ്? ഇതേ ഇതേ ചന്ദ്. ചന്ദ് എല്ലായിടത്തും മസ്റ്റ് ആണ്. ചന്ദ് വേണം. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോഴും നമുക്ക് കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ് നിർബന്ധമാണ്. അപ്പൊ ഇതേ ചന്ദ്. പ്രേംചന്ദ്, പ്രേംചന്ദ്രൻ, പ്രാൺചന്ദ്, പ്രാൺചന്ദ്, ഇതേ ചന്ദ്. അപ്പൊ പൊതുവെ ഇപ്പൊ കല്യാണത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് അങ്ങനെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്? കല്യാണത്തിന് ശേഷം കുട്ടി ഉണ്ടായി. അതല്ല, അത് കഴിഞ്ഞ് ഓണത്തിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓണത്തിന് അതങ്ങനെ പ്രത്യേകിച്ച് പറയാം. ഓണത്തിന് വന്ന മാറ്റങ്ങൾ മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ 3 പേരായിട്ടാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. വെറൈറ്റി മാറ്റമാണ്. വേറെ എന്തെങ്കിലും പ്രത്യേകതരം മാറ്റം? കുഞ്ഞിന്റെ ഫസ്റ്റ് ഓണം. ഓക്കെ. അപ്പം ഓണത്തിന് കല്യാണത്തിന് മുമ്പ് ഓണവും ഇപ്പോഴത്തെ ഓണം തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. കല്യാണത്തിന് മുന്നേ ഓണം എപ്പോഴും വീട്ടിൻ്റെ അകത്ത് തന്നെയായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് ഈ പുറത്തിറങ്ങാൻ തുടങ്ങി. എപ്പോഴും പുറത്ത് തന്നെ, ഇപ്പോഴും പുറത്ത്, അന്നും പുറത്ത്. അതെ, എന്തെങ്കിലുമൊക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ കുക്കറിന് എന്തായാലും ഒരു 4 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോട്ടിങ് പരിപാടിയുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം അല്ലേ? അതിഥിയുടെ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകം ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇടാം അല്ലേ? ഇനി നമ്മൾ കുറച്ച് എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? തക്കാളി. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് കുറച്ച് വെണ്ടയ്ക്കയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ. ഫേവറേറ്റ് ആണോ വെണ്ടയ്ക്ക? അപ്പൊ കുറച്ച് അധികം കിട്ടോ. ഞാൻ ഇന്ന് കുക്ക് ചെയ്യണേ, എനിക്ക് മൈക്ക് പിടിച്ചോ. ഓക്കെ. ശരി. അപ്പൊ പ്രാൺചന്ദ് ആങ്കർ ചെയ്യും. അടുത്ത എന്താണ് ഇടാൻ പോകുന്നത്? സർ, നമ്മൾ അടുത്തതായിട്ട് മുളക് പൊടിയാണ് ഇടാൻ വേണ്ടിട്ട് പോകുന്നത്. നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇനി അടുത്തതായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി സ്വാമീസിന്റെ സാമ്പാർ പൗഡർ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സ്ട്രാ തുവരപ്പരിപ്പും എക്സ്ട്രാ കായവുമുള്ള സ്വാമീസിന്റെ സാമ്പാർ പൊടി. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ. കറക്റ്റ് അല്ലേ? ശരിയാണോ കിട്ടുന്നു കേട്ടോ? ഇതുവരെ വളരെ ശരിയാ. നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഉള്ളിയൊക്കെ കൂടി ഇതിനകത്തേക്ക് അങ്ങ് കമത്താൻ പോവാം. നമ്മൾ നമ്മുടെ സാമ്പാർ പൊടിക്കകത്ത് എക്സ്ട്രാ കായം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കഷ്ണങ്ങളിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക സോട്ട് ചെയ്തപ്പോഴൊന്നും നമ്മൾ കായം ഇട്ടിട്ടില്ല. ബിക്കോസ് സാമ്പാർ പൊടിക്കകത്ത് തന്നെ എക്സ്ട്രാ കായമുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ അവസാനത്തെ പണി? കടുക് വറുത്ത് ഒഴിക്കുക അല്ലേ? ഓക്കെ. നമ്മൾ വീണ്ടും അതിഥിയുടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമ്മൾ കടുകിടാൻ പോവാണ്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ജീരകം അല്ലേ ഓടിക്കും. ഓക്കെ. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ, അതെങ്കിലും ചേട്ടൻ. വിചാരിച്ചത്ര സുഖമല്ലല്ലോ ഒന്ന്. ഓക്കെ. മതി 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 മൂപ്പിച്ചത്. ഓക്കെ. അത് നമ്മളെന്തായാലും നമ്മളിതാ ഇനി സാമ്പാറിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ കാച്ചി ഒഴിച്ചത് ധൈര്യമായിട്ട് കേട്ടോ. ഒഴിച്ചോ ഒന്നും നോക്കണ്ട. മല്ലിയില കുറച്ച് പിച്ചി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ സാമ്പാർ എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ആ സാമ്പാർ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ആദ്യം നോക്കി നിന്ന് സഹായിച്ച ആളിന് തന്നെ നമ്മൾ കൊടുക്കാണ്. കൊള്ളാവോ? വെറുതെ പറയല്ല, കൊള്ളാം. വെറുതെ പറയില്ല. സക്സസ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, വെറുതെ പറയാണോന്ന് അറിയാൻ വേണ്ടിട്ട്.
വെറുതെ പറഞ്ഞല്ലേട്ടോ, കൊള്ളാം. അപ്പൊ ഓക്കെ. നീ പാർവതി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന, ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അല്ല സീരിയസ്ലി കൊള്ളാം. അല്ലേ, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളോണ്ട് കൊള്ളായിരിക്കും. ഇഷ്ടായോ? ഓക്കെ കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി. നമ്മൾ ഇത്ര സാമ്പാറൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചല്ലേ, നമുക്കിനി കുറച്ച് ഗിഫ്റ്റ് തന്നാലോ? ഗിഫ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് എടുത്തോ. ഓക്കെ. സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, താങ്ക് യു. സൺ ടിപ്സ് ടീ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഇത് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ സമ്മാനം. അപ്പൊ എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാട്ടോ. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ നല്ലോണം ഉണ്ടോണം. കോ പവേർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK പ്രസ്റ്റീജ്, GRB ഗീ ആൻഡ് പ്രിൽ. ഇനി നമ്മളൊരു മത്സരത്തിലേക്ക് കടക്കുകയാണ്. ദാ എൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരു ബോളുണ്ട്, അതുപോലെ തന്നെ ഒരു കൊട്ട നിറച്ച് വാട്ടർ ബലൂണും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് എനിക്ക് 2 പേരടങ്ങുന്ന ഒരു ടീമിനെ ആവശ്യമുണ്ട് നമ്മുടെ ഓഡിയൻസിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് 2 സുന്ദരി കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. 2 പേരുടെയും പേര് നമുക്ക് ചോദിക്കാം. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് പുഷ്പലത. പുഷ്പലത. ഓക്കെ, ചേച്ചിയുടെ? ഷേർലി. ഓക്കെ, അപ്പൊ നമുക്ക് മത്സരം എന്താണെന്ന് അറിയണ്ടേ? ഒരു സൈഡിൽ വലിയൊരു ബോൾ ഉണ്ട്, ഒരു സൈഡിൽ ഒരു കൊട്ടയ്ക്കകത്ത് കുറച്ച് വാട്ടർ ബലൂൺസ് ഇരിക്കുന്നുണ്ട്. സോ മത്സരം ഇതാണ്: ഈ സൈഡിൽ നിന്ന് വാട്ടർ ബലൂൺസ് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എറിഞ്ഞു കൊടുക്കുക. ആ ആള് ഒറ്റ കൈ കൊണ്ട് ഈ വാട്ടർ ബലൂൺ പിടിക്കണം, എന്നിട്ട് ഈ ബോളിലേക്ക് ഇടണം. 1.5 മിനിറ്റ് ആണ് നമുക്ക് സമയം. ഈ 1.5 മിനിറ്റിനുള്ളിൽ എത്ര വാട്ടർ ബലൂൺസ് പിടിച്ച് ബോളിൽ ഇടുന്നോ അവരാണ് വിജയിക്കുക. ഏറ്റവും കൂടുതൽ പൊട്ടാതെ എറിയണം കേട്ടോ, പൊട്ടാതെ ഇടണം. അയ്യോ, കുഴപ്പമില്ല 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 കുഴപ്പമില്ല, എറിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോ. ഓ പോയി. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, പെട്ടെന്ന് എറിഞ്ഞു കൊടുക്കണം, പെട്ടെന്ന്. കുഴപ്പമില്ല കുഴപ്പമില്ല, ചേച്ചി എറിഞ്ഞു കൊടുത്തോ. അടിപൊളി, അടിപൊളി, നല്ലൊരു കൈ കൊടുക്കാം. അടിപൊളി, നനഞ്ഞിട്ട് എറി 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 എന്ന് പറഞ്ഞ് നിൽക്കാണ്. അടിപൊളി, നല്ലൊരു കൈ കൊടുക്കാം. അടിപൊളി, ഗംഭീരായിരുന്നു കേട്ടോ. 7 ബലൂൺസ് ആണ് ഇവര് 2 പേരും കൂടെ ബോളിൽ ഇട്ടേക്കുന്നത്. നല്ലൊരു കൈഡ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ടീമിനെ സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച്. എന്താ ചേട്ടന്റെ പേര്? രാജു ജോസഫ്. രാജു ജോസഫ്. ഓക്കെ. ബെൻടോ. മുന്നേ വന്ന ടീമിനെക്കാളും ഒട്ടും പുറകോട്ടല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് 2 പേര് നല്ല ഗംഭീരായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കൈഡ് കൊടുക്കാം. ചാലഞ്ച് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടേ പോവുള്ളൂ എന്നാണ് പറയുന്നത്. ഗംഭീര മത്സരമാണ് നടക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. നല്ലൊരു കൈയടിയാവും, എല്ലാവരും കൈയടിച്ചോളൂ. അടിപൊളി, ഇതുവരെ ഒരു ബലൂൺ പോലും മിസ്സായിട്ടില്ല. ഗംഭീര മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആഹാ, ദ റിയൽ ചാലഞ്ചേഴ്സ്. ചാലഞ്ച് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന്. അടിപൊളി, ഇതുവരെ ഒറ്റ വാട്ടർ ബലൂൺ പോലും മിസ്സായിട്ടില്ല കേട്ടോ. സൂപ്പർ മാൻ, നൈസ്. വളരെ സമാധാനപരമായിട്ട് നിന്ന് കളിക്കുകയാണ്. ഞാൻ അറിയാം, നീ പിടിച്ചോ, അതുപോലെ ഒന്നാണ് കളിക്കുന്നത്. നമുക്ക് വേറെ ബോൾ എടുക്കേണ്ടി വരും, അതിപ്പോ നിറയും. അയ്യോ, അടിപൊളി കേട്ടോ, ഗംഭീരം. നേരത്തെ ടീമിന്റെ ബലൂൺസ് തന്നെ വളരെ നന്നായി. ഓ സാരല്ല, ഒരെണ്ണേ പൊട്ടിയിട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അടിപൊളി അടിപൊളി. വാവ്, വെക്കാൻ സ്ഥലമില്ല, നമ്മുടെ താഴെ വെച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. കഴിഞ്ഞോ? അടിപൊളി. നിങ്ങൾ 2 പേരും ഈ ബോൾ മൊത്തം വാട്ടർ ബലൂൺ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. തികയാത്ത ഒരെണ്ണം എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല എണ്ണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗംഭീര കൈയ്യടി കൊടുക്കാം. കിയ വിന്യാസ് ആണ് നമ്മളെടുത്ത് നിൽക്കുന്നത്. അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം, സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം. പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി
9th. അദ്വൈത് 9th. ഓക്കെ, അപ്പൊ 4 പേർക്കും കൂടെ ആയിട്ട് ഒരൊറ്റ മത്സരമേ ഉള്ളൂ. മത്സരം എന്താണെന്നറിയോ? ടങ് ട്വിസ്റ്റേഴ്സ്. ആഹാ, അറിയാല്ലേ? ടങ് ട്വിസ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ മത്സരം. ഞാൻ ഓരോരുത്തർക്കായിട്ട് ഓരോ ടങ് ട്വിസ്റ്റേഴ്സ് തരാം. ആരാണ് ബെറ്റർ ആയിട്ട് പറയുന്നതെന്ന് നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, കുട്ടൻ കുപ്പി തട്ടി, തട്ടാൻ തട്ടി കുപ്പി. സ്പീഡിൽ പറയണേ. കുട്ടൻ കുപ്പി തട്ടി, തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തട്ടി, തട്ടാൻ തട്ടി കുപ്പി. തട്ടി കുപ്പി. അത് 5 തവണ പറയണം. കുട്ടൻ കുപ്പി തട്ടി, തട്ടാൻ തട്ടി കുപ്പി. ഒന്നൂടെ. കുട്ടൻ കുപ്പി തട്ടി, തട്ടാൻ തട്ടി മുട്ടി. തട്ടി മുട്ടിയല്ല, തട്ടി കുപ്പി. തട്ടി കുപ്പി. ഒന്നൂടെ. കുട്ടൻ കുപ്പി തട്ടി, തട്ടാൻ തട്ടി കുപ്പി. 5 പ്രാവശ്യം പറയാം, സ്പീഡിൽ പറയണം. കുട്ടൻ കുപ്പി തട്ടി, തട്ടാൻ കുപ്പി തട്ടി. അയ്യോ, അല്ല, തട്ടിയത് കുപ്പിയാ. കുഴപ്പമില്ല. ഇനി പറയുന്നോ? അശ്വിൻ പറഞ്ഞോ, ഒരു ചാലഞ്ച് ഏറ്റെടുത്തോ. കുട്ടൻ കുപ്പി തട്ടി, തട്ടാൻ തട്ടി കുപ്പി. വേറെ വേണോ? പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ ഈസി ആയിട്ടുള്ളത് തരാം. വടി പുളിയെ കേറി, പുളി വടിയെ കേറി. പറഞ്ഞോ. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. 5 പ്രാവശ്യം സ്പീഡിൽ. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. നിർത്താൻ പറ്റില്ല. 5 പ്രാവശ്യം സ്പീഡില്. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. ഇല്ല, കുഴപ്പമില്ല, അത് പറ്റും. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. ഓക്കെ, അർച്ചന ഒന്ന് പറഞ്ഞു നോക്കുന്നോ? വടി പുളിയെ കേറി, പുളി വടിയെ കേറി. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. പറഞ്ഞോ. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. കുഴപ്പമില്ല. പറഞ്ഞത് അത്രയും നന്നായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ദ്വൈതിലേക്ക് കിടക്കാം. വടി പുളിയെ കയറി, പുളി വടിയെ കയറി. 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 അത്രേ ഉള്ളൂ, കഴിഞ്ഞു. നന്നായിട്ട് ചെയ്തു. 4 പേരും നന്നായിട്ട് തന്നെ പറഞ്ഞു. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അശ്വിന് എന്ത് ചെയ്യും അറിയില്ലേ? നമുക്ക് ഈ ഒരു റൗണ്ടിലൊന്നും മാറി നിന്നാലോ? ഓക്കെ ആണോ? ഓക്കെ, ശരി, ടാറ്റ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. വടുതല വളവിലൊരു ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. വടുതല വളവിലൊരു മരത്തിൽ. വടുതല വരവിൽ ഒതള മരത്തിൽ. വടുതല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. വടുതല വളവിൽ ഒരു ഉടുതലല്ലടാ, ഒതളമരം. ഒതളങ്ങാന്ന് പറഞ്ഞൊരു കായുണ്ട്, അത് ഉണ്ടാവുന്ന മരമാണ് ഒതളമരം. വടുതല വളവിൽ ഒരു ഒതളമരത്തിൽ. കുഴപ്പമില്ല. നമുക്ക് അദ്വൈത് നോക്കുന്നോ? വടുതല വളവിൽ ഒതള മരത്തിൽ. വടുതല വളവിലൊരു ഒതള മരത്തിൽ. വടതല വഴിയിലൊരു. വഴിയിലല്ലടാ, വളവില്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. ഓക്കെ. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. അത് പറ. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ വിശ്വല്ലടാ, കൃഷ്ണ, പേരുമാറ്റല്ലേ. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. നല്ലൊരു കൈഡ് കൊടുത്താൽ അവന് പെട്ടെന്ന് പറയാൻ പറ്റും. ഇല്ലില്ല, തെറ്റിയാലും കുഴപ്പമില്ല. പറഞ്ഞോ. ഹിസ് ട്രൈയിങ്, നോ പ്രോബ്ലം. പറ. രാമമൂർത്തിയുടെ മൂത്രപുത്രൻ. ഇല്ല, that's okay. No, don't laugh. അവന് ചിരിക്കരുത്, പാപം, അവൻ ട്രൈ ചെയ്യല്ലേ. that's okay. പറഞ്ഞോ. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. വണ്ടർഫുൾ. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. വണ്ടർഫുൾ. നല്ലൊരു കൈഡ് കൊടുക്കാട്ടോ. അപ്പൊ നമ്മുടെ ടങ് ട്വിസ്റ്റേഴ്സിന്റെ വിജയായിട്ട് എത്തിയിരിക്കുന്നത് എബൻ. അപ്പൊ നമുക്ക് വിജയ്ക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി ടൈം ആയിരിക്കാണ്.
അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം, സാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, ഇത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി കേരളത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മുടെ ഫുഡ് ട്രക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ദിസ് ഇസ് പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ, നല്ലോണം ഉണ്ടോണം, co-presented by Aditi Sunflower Oil and Sun Tips Tea. Special partner TTK Prestige, GRB Ghee and Prill.